മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മളിവിടെ അർജുനുണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖം ബ്രോ, അങ്ങനെ പോണു. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകുന്നു. അപ്പോൾ സീസൺ കഴിഞ്ഞു. അവസാന ഘട്ടം വരെ നിങ്ങൾ പൊരുതി നോക്കി, പക്ഷേ ചെറിയൊരു മാർജിനിൽ ടൈറ്റിൽ നഷ്ടപ്പെട്ടു. എന്താണ് ഓവറോൾ പെർഫോമൻസിനെ പറ്റി പറയാനുള്ളത്? ആർ യു സാറ്റിസ്ഫൈഡ്, അല്ലെങ്കിൽ കുഡ് ഹാവ് ബീൻ ബെറ്റർ? എന്താണ് പറയാനുള്ളത്? ഒബ്വിയസ്ലി കുഡ് ഹാവ് ബിൻ ബെറ്റർ. പക്ഷെ എന്താ ചെയ്യുക, ഇറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. മാക്സിമം എല്ലാം ചെയ്തു. പക്ഷെ എന്താ പറയാ, വേണ്ടുന്ന റിസൾട്ട് അല്ല നമുക്ക് കിട്ടിയത്. ബട്ട് സ്റ്റിൽ ഹാപ്പി. ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് ഈ സീസൺ. കഴിഞ്ഞ സീസൺ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന നേരം കഴിഞ്ഞ സീസണിൽ എല്ലാവരും ബോട്ട്ലേഴ്സ് എന്നൊക്കെ വിളിച്ച് ഭയങ്കരമായിട്ട് അപമാനിച്ചു വിട്ടാണ്. പക്ഷേ ഇപ്രാവശ്യം അടിപൊളിയായിട്ട് തിരിച്ചു വന്നു. ലാസ്റ്റ് ഭയങ്കര ആർസണലിന്റെ നല്ല ഫാൻസിന് നല്ല പ്രൗഡ് ആയിട്ടുള്ള റണ്ണാണ്. ആ ആസ്റ്റൺ വില്ല മാച്ച് ഒഴിച്ചു നിർത്തിയാൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ടീംസുമായിട്ടുള്ള മാച്ചസ് ഉണ്ടായിരുന്നു, അവേ മാച്ചസ് ഉണ്ടായിരുന്നു. നല്ല നല്ല പോസിറ്റീവ്സ് തന്നെയാണ് എല്ലാ മാച്ചിനും എടുക്കേണ്ടത്. ബട്ട് എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എന്തിനു വേണ്ടിയാണ് ശ്രമിച്ചത് അത് കിട്ടിയില്ല. ബട്ട് നെക്സ്റ്റ് സീസൺ ഇതിൽ ഉഷാറാവുമെന്ന് വിചാരിക്കുന്നു. അതെ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ മിഡ്ഫീൽഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്ലൻ റൈസിനെ കൊണ്ടുവന്നു. പുള്ളി അടിപൊളിയായിട്ടുള്ള ഇമ്പാക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രശ്നം ഒരു സ്ട്രൈക്കറെ വേണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ഇപ്പോൾ ഹിസൂസിനെ വെച്ചിട്ട് കളിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ പുള്ളിനെക്കാട്ടും ബെറ്റർ ഓപ്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് മേ ബി ഗുഡ് ഫോർ ആർസണൽ. ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസസിൽ, ഫോർ എക്സാമ്പിൾ സാക്ക, മാർട്ടിനെല്ലിക്ക് ഇവർക്കൊന്നും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫേസ് അവിടെ ഉണ്ടെങ്കിൽ 100% അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് ആർസണലിൽ കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒലീസയുടെ പേര് കേൾക്കുന്നുണ്ട്. ഓഷിമാൻ പണ്ട് നോക്കിയതാണ്, പക്ഷെ പ്രൈസ് പ്രശ്നമാണ് ഉള്ളത്. ഇങ്ങനെ ആരെങ്കിലും ഒരു സ്ട്രൈക്കർ റോളിലേക്ക് വരും തോന്നുന്നുണ്ടോ? സ്ട്രൈക്കർ എനിക്കും പേഴ്സണലി ഭയങ്കരമായിട്ട് അഭിപ്രായമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു നല്ലൊരു നാച്ചുറൽ ഫിനിഷർ ഓഫ് ദ ബോൾ, അങ്ങനത്തെ ഒരാള് ക്ലബിൽ വരണമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, കായ് ഹാവർട്സ് വന്നുകൊണ്ട് ഒരു സ്ട്രൈക്കറിൽ ഇൻവെസ്റ്റ് ചെയ്യുമോന്ന് എനിക്കറിയില്ല. ഗ്രാനിറ്റ് ജാക്കിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ടാണ് കായ് ഹാവർട്സിനെ വാങ്ങിയത്. പക്ഷേ ആർട്ടറ്റ ഈസ് നോൺ ഫോർ ട്രാൻസ്ഫോമിങ് ടാലൻസ്, റൈറ്റ്? അപ്പൊ പുള്ളിക്കാരന് കായ് ഹാവർട്സിലുള്ള കുറെ ആട്രിബ്യൂട്ട്സ് ഒരു സ്ട്രൈക്കറിൽ ഉള്ള പോലെ തോന്നി. പുള്ളിക്കാരൻ വന്നേരെ കളി മാറിയില്ലേ. ഇപ്പൊ ലോങ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോ പാർക്ക് ചെയ്യുന്ന ടീമുകൾക്കെതിരെ ലോങ് ബോൾ കളിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ ഹൈലൈൻ അടിക്കുന്ന ടീംസിനെതിരെ ആ റൺസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത് അടുത്ത സീസണിൽ മേ ബി കായ് ഹാവർട്സിനെ വെച്ചിട്ട് പ്രോഗ്രസ് ചെയ്യാനാണ് സാധ്യത. പക്ഷെ അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കറിനെ വാങ്ങിക്കുന്നത് വളരെ നല്ലൊരു തീരുമാനമാണ്. പക്ഷെ എനിക്ക് അറിയില്ല, ഇപ്പോ നമ്മളെ ഇപ്പോ ലോകത്തില് ഏറ്റവും കുറവുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സ്ട്രൈക്കേഴ്സ്, റൈറ്റ്? അപ്പോ ഉള്ളത് ഇപ്പൊ പറഞ്ഞ പോലെ വിക്ടർ ഗ്യോക്കേറസ് എന്ന് പറഞ്ഞ പുള്ളിക്കാരനൊക്കെ 120 മില്യൺ റിലീസ് ക്ലോസ് ആണ്. പിന്നെ ഒസിമൻ 100 മില്യൺ ആണ്. പിന്നെ പറയത്തക്ക, പിന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സ്ട്രൈക്കർ ആണ് ഓലെ വാട്കിൻസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ട്രൈക്കറാണ്. കാരണം പുള്ളിക്കാരൻ ബോയ്ഹുഡ് ആർസണൽ ഫാനാണ്, ഇപ്പോഴും ആർസണൽ ഫാനാണ്. പുള്ളിക്കാരനൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷെ റീസെന്റ് ഞാൻ തോന്നുന്നു പുള്ളിക്കാരൻ പുതിയൊരു ഡീലൊക്കെ സൈൻ ചെയ്തത്. അങ്ങനെ പ്രീമിയർ ലീഗ് തന്നെ ഒരു സ്ട്രൈക്കറിനെ എടുക്കുന്നതായിരിക്കും നല്ലത്. ബട്ട് അഗൈൻ ലെറ്റ്സ് സി. ഒരുപാട് റൂമേഴ്സ് ഇപ്പൊ വരുന്നുണ്ട്. പക്ഷേ ആർസണലിനെ സ്ട്രെങ്തൻ ചെയ്യേണ്ട ഡെഫിനറ്റ്ലി ലെഫ്റ്റ് ബാക്ക് ഫിക്സ് ചെയ്യണം. ഇനിയിപ്പോ യൂറിയൻ ടിംബർ വന്നുകൊണ്ട് ഇനിയിപ്പോ ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ യൂറിയൻ ടിംബർ കളിച്ചാലും ഒരു ഇഞ്ചറി വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലേസ് കവർ ചെയ്യാൻ വേറെ പ്ലേയേഴ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു നല്ലൊരു ഒരു മിഡ്ഫീൽഡറിനും കൂടി കൊണ്ടുവരണം. മേ ബി ഇപ്പൊ റൂമേഴ്സ് കേൾക്കുന്നത് ബ്രൂണോന്റെ പേര് കേൾക്കുന്നുണ്ട്, ന്യൂ കാസലിന്റെ ബ്രൂണോ. പിന്നെ ആരാ പേര്, പിന്നെ നമ്മുടെ ഡിയോങ്ങിന്റെ പേര് കേൾക്കണം. അങ്ങനെ പല പല ആൾക്കാരെ പേര് കേൾക്കുന്നുണ്ട്. സോ ലെറ്റ്സ് സി. പുള്ളിക്കാരൻ ഇന്ന് ഞാൻ ഒരു റിപ്പോർട്ട് വായിക്കുന്നുണ്ടായിരുന്നു, ആർസണലിന്റെ ട്രാൻസ്ഫർ മാർക്കറ്റ് ആക്ടിവിറ്റീസ് എല്ലാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പല റൂമേഴ്സ് ഉണ്ട്. സോ നോക്കാം എന്ത് സംഭവിക്കുന്നുള്ളത്. അപ്പോൾ EPL നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെൽസി ഒരു റീബിൽഡിലേക്ക് പോവാണ്. അവർ പുതിയ കോച്ചിന് തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരുപാട് ടീമുകൾ ഇപ്പോൾ ടെനാഗ് പോകുന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ സീസൺ അവസാനത്തോടെ പുള്ളി പോകും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് 6 ഒന്നോ രണ്ടോ ടീമുകൾ മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ഒരു പുതിയ കോച്ച് അല്ലെങ്കിൽ പുതിയ സെറ്റപ്പൊക്കെ ആയിരിക്കും നെക്സ്റ്റ് ഇയർ പരീക്ഷിക്കാൻ പോകുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 5 വർഷം കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു ടീം യങ്സ്റ്റേഴ്സിന്റെ ടീമാണ്. കോച്ചിന്റെ ടാക്ടിക്കൽ അപ്രോച്ചും പ്ലേയേഴ്സ് ആയിട്ടുള്ള റാപ്പും ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് സീസൺ എന്തായിരിക്കും പുള്ളി ചേഞ്ച് ചെയ്യേണ്ടത് പെപ്പിനെ പിടിക്കാൻ വേണ്ടി? എസ്പെഷ്യലി കാരണം പെപ്പ് ഓരോ വർഷം കഴിയുന്തോറും ഇങ്ങനെ അവർക്കൊരു ഡൗൺഫോൾ ഉണ്ടാവും, പക്ഷെ അത് അവരെ തന്നെ കവറപ്പ് ചെയ്യും. മറ്റുള്ള ആരും കയറി വരുന്ന സിറ്റുവേഷനിൽ ഇപ്പൊ ക്ലോപ്പ് കൂടെ പോയതോടെ
പ്രഷർ സോൺ ആർസണലിനാവും. എന്തായിരിക്കും നെക്സ്റ്റ് സീസണിൽ ഒരു ചേഞ്ച് ആയിട്ട് കൊണ്ടുവരാൻ പോകുന്നത്? ഇപ്പോ ആദ്യം ഈ നമ്മുടെ കോച്ചസിനെ ഇടക്കിടക്ക് ഫയർ ചെയ്യുന്ന ഈ ഒരു രസകരമായ പരിപാടി ഉണ്ടല്ലോ, ഇതിന് മാത്രം കോച്ചസ് ഈ ലോകത്തുണ്ടോന്ന് എനിക്കിത് ഒരാൾക്ക് ഇതിപ്പോ ബയേൺ മ്യൂണിച്ച് ഇപ്പോ കമ്പനിയുടെ പേര് വെക്കുന്നുണ്ട്, കമ്പനിയുടെ പേര് വെക്കുന്നത്, അങ്ങനെ പല പല മാനേജറിന്റെ പേര് വെക്കുന്നുണ്ട്. ഇപ്പോ ഇനിയിപ്പോ റൈറ്റ് ചെൽസി വേറെ മാനേജറെ നോക്കുന്നത്, ഇതിന് മാത്രം മാനേജർ ഉണ്ട്. അല്ലെങ്കിൽ ഒരു ടോപ്പ് ഫ്ലൈറ്റ് കളിക്കുന്ന മാനേജർമാർ ഇപ്പൊ കുറവാണ് നമ്മളിപ്പോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നിപ്പോ എന്താ പറയാ, ഒരു പിടുത്തമല്ല. ഇനിയിപ്പോ ആർനെ സ്ലോട്ട് വന്നിട്ട് പുള്ളിക്കാരൻ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതില് പ്രീമിയർ ലീഗിന്റെ ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് മീഡിയ പ്ലേസ് എ വെരി ബിഗ് റോൾ, റൈറ്റ്? ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ ഇതാണ് ഇങ്ങനെ പ്രശ്നം, ഇതാണ് മറ്റേതാ മറിച്ചതാണ് അവർ തുടങ്ങും. അപ്പോ അത് ഉണ്ടാവാൻ പാടില്ല. അതിപ്പോ എന്തായാലും വരുന്ന പുതിയ മാനേജറിനൊക്കെ എന്തായാലും ഉണ്ടാവും. ചെൽസിനൊക്കെ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈവൽസ് ആണെങ്കിൽ കൂടെ ഒരുപാട് ക്രിറ്റിസിസം കേട്ട ക്ലബ്ബാണ് അവർക്ക്. പക്ഷെ എന്നിട്ടും അവർക്ക് യൂറോപ്പ പ്ലേസ് ഉണ്ട്. അപ്പോ ഇനിയിപ്പോ കണ്ടറിഞ്ഞ ടെൻഹാഗിനെ ഇപ്പൊ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആരും കൊണ്ടുവരും? ഓപ്ഷൻസ് പറഞ്ഞത് തോമസ് ഫ്രാങ്ക്, കോച്ച് വരുന്നുള്ള കോച്ച് ചിലപ്പോൾ അവിടെ പോകുന്നു പറയുന്നുണ്ട്. എനിക്കറിയാൻ വളരെ ഒരു സ്ഥലത്ത് പുറത്താക്കി വേറൊരു ആളെ കയറ്റി. അതുകൊണ്ട് ഇപ്പൊ ഒരു കാര്യമുള്ളത്, ഒരു സ്ഥലത്ത് ഓക്കെ സക്സസ്ഫുൾ ആയ ഒരു കോച്ചാണെന്ന് വിചാരിച്ചോ, അങ്ങനെ കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. ഇവരൊക്കെ ഇപ്പൊ എല്ലാവരും എടുത്തു പറയുന്ന പേരാണ് പ്രൊജക്ട്, യങ് പ്രൊജക്ട്. എന്തിനു പറഞ്ഞ് ട്രസ്റ്റ് ദ പ്രോസസ്, പ്രോജക്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇത് സക്സസ്ഫുൾ ആവാത്ത ഒരു കോച്ച് മേ ബി വേറെ ക്ലബിൽ ക്ലിക്ക് ആവാം. ഇപ്പൊ വിൻസെന്റ് കമ്പനി ബയൺ മ്യൂണിച്ച് ഒക്കെ പറഞ്ഞത് ഞാനൊക്കെ ഇങ്ങനെ അട്ടത്ത് നോക്കി ബേൺലി റെലിഗേറ്റ് ആയി പോയി. പക്ഷെ പുള്ളിക്ക് ജാക്ക് പോട്ടാണ്. പുള്ളി ഒന്നും നിൽക്കാതെ അവിടുന്ന് ഓഫർ വരും. വേറെ ആരും അവൈലബിൾ അല്ല. ഫാൻസി ഫ്ലിക്ക് ബാഴ്സയിലേക്ക് പോകുന്നുള്ള ഒരു റൂമർ കേൾക്കുന്നുണ്ട്. അപ്പൊ ഫ്ലിക്ക് അവൈലബിൾ അല്ല. നൈജൽസ്മാൻ ജർമ്മനിയുടെ കോച്ചായിട്ട് പോയി. പിന്നെ ഉള്ളത് സിദാനാണ്. സിദാൻ എവിടെ ഇപ്പോ അങ്ങനെ റൂമേഴ്സ് ഒന്നും കേൾക്കുന്നില്ല. പുള്ളി ബാക്കി ആരാണ് ഉള്ളത് അവൈലബിൾ ആയിട്ട്? അതാ മേ ബി നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ ചിലപ്പോ മാനേജറിനായാലും മരുന്നുണ്ടാവുക, അതുകൊണ്ടായിരിക്കും അവര് നോക്കുന്നുണ്ടാവുക. അല്ലാതെ ഇപ്പൊ എന്താ പറയാ, ഇതിപ്പോ പറയുമ്പോ ചെൽസിക്ക് ഇപ്പൊ റെക്കോർഡാണ്. ഇതിപ്പോ ഓരോ സീസണിൽ ഓരോ മാനേജർ, ഇതിപ്പോ ഡിഗ്രി കോഴ്സ് പോലെ ഒന്ന് കഴിഞ്ഞാൽ അടുത്തെന്ന് പറഞ്ഞ പോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട്. പക്ഷെ കണ്ടറിയാം ഇനിയിപ്പോ പറഞ്ഞ പോലെ പ്രഷർ ആർസണലിന്റെ മേത്തോന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ഈ സീസണിൽ ഇനിയിപ്പോ വരാൻ പോകുന്ന സീസണിൽ എന്തെങ്കിലും ഒരു കപ്പ് അടിക്കണം. പക്ഷെ ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, റൈറ്റ്? ഇപ്പോ ക്ലബിൽ വരുന്ന പ്ലേയേഴ്സ് ആയിക്കോട്ടെ, ഐ വാസ് ലൈക്ക് വെരി എന്താ പറയാ ഹാപ്പി എന്നാണോ പറയേണ്ടത്, അല്ലെങ്കിൽ എന്താ പറയാ, ലാസ്റ്റ് മാച്ച് കഴിഞ്ഞപ്പോ കായ് ഹാവർട്സ് ഒക്കെ ഗ്രൗണ്ടിൽ കിടന്ന് കരയുന്നത് കണ്ടു. മേ ബി ദാറ്റ് മീൻസ് സോ മച്ച് ടു ദ പ്ലെയർ, റൈറ്റ്? ആ നമ്മളിപ്പോ ഒരു ഇക്കോ സിസ്റ്റത്തിനുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ എത്രമാത്രം എഫക്ട് ചെയ്യുന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. സോ ഓരോരാൾക്ക് ഓരോ ടൈം ഉണ്ട്. മേ ബി certain players belong to certain clubs എന്നൊക്കെ പറയുന്ന പോലെ, ബട്ട് ഇറ്റ്സ് ഗുഡ്, റൈറ്റ്? ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ നടത്തിയ ടേൺ അറൗണ്ട് ഇസ് ഗ്രേറ്റ്. സോ യാ, അതെനിക്ക് ഡിഫൻസിനെ പറ്റി ചോദിക്കണം. എസ്പെഷ്യലി നിങ്ങൾ, എനിക്ക് തോന്നുന്നു ബെസ്റ്റ് ഡിഫൻസീവ് പെയറായിട്ട് തോന്നിയത് സലീബ ഗബ്രിയേൽ ആ ഒരു കോമ്പിനേഷൻ ആണ്. അവർക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കിവിയർ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടുണ്ട്. റൈറ്റ് വിങ്ങിൽ ബെൻ വൈറ്റ് നന്നായിട്ട് കളിക്കുന്നുണ്ട്. ലെഫ്റ്റ് വിങ്ങിലെ കാര്യം നോക്കുകയാണെങ്കിൽ എനിക്ക് അത്ര സോളിഡ് ആയിട്ട് തോന്നിയില്ല. ചില സമയത്ത് സിഞ്ചങ്കോ ഹാഫ് ടൈം വരെ കളിക്കും, പിന്നെ ഒരു റീപ്ലേസ്മെന്റ് വരുന്നു. അവിടെ ചിലപ്പോൾ ചെറിയ വീക്ക്നെസ് ഒക്കെ, ഡ്രിബിളിംഗ് ഒക്കെ ചെയ്ത ആൾക്കാർ പോകുന്നൊക്കെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കിവിയറിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കളിപ്പിക്കാൻ വല്ല ഓപ്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ പുള്ളി ഒരു ബാക്കപ്പ് ആയിട്ട് വെക്കാനാണ് കൂടുതൽ ചാൻസ് കാണുന്നത്? അത് നമ്മൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തൊരു കോമ്പിനേഷൻ ആണ് കിവിയോർ, ഗാബി, സലീബ, പിന്നെ ബെൻ വൈറ്റ്. ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ട്രൈ ചെയ്യുന്നത് ചില മാച്ചസിൽ അത് വർക്ക്ഔട്ട് ആവും. ഇപ്പോ എന്താ ഇപ്പൊ പറയാ, ചില മാച്ചസിൽ എന്താ പറയാ കിവിയോർ വർക്ക് ആവും, ചില മാച്ചസിൽ ആവില്ല. ആവാത്ത മാച്ചസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പേസ്ഡ് ആയിട്ടുള്ള മാച്ച്, അതായത് നല്ല എക്സ്പ്ലോസീവ് പേസിലുള്ള വിങ്ങേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഹീസ് വെരി സ്ലോ, റൈറ്റ്? പുള്ളിക്കാരൻ അങ്ങനത്തെ ഒരു ലീഗ് എന്ന് വന്ന ആളാണ്. ഇറ്റാലിയൻ ലീഗ് ഇസ് നോട്ട് ദാറ്റ് ഫാസ്റ്റ്, റൈറ്റ്? ഈവൻ ദോ പ്ലേയേഴ്സ് എക്സ്പ്ലോസീവ് പേസിലുള്ള പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഒരു എന്താ പറയാ അറ്റാക്ക് കോമ്പിനേഷൻ അങ്ങനെയല്ല വർക്ക് ആവുന്നത്. സോ കിവിയോർ എല്ലാ കളിയൊന്നും സക്സസ്ഫുൾ ആവില്ല. പുള്ളിക്കാരൻ നല്ല ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു, ബട്ട് ഐ എം നോട്ട് എ ഹ്യൂജ് ഫേവറേറ്റ്. എന്താ പറയാ, കിവിയോർ ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ. ഈസ് എ ഗുഡ് സ്റ്റോപ്പർ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, he can also maybe play defensive midfielder role, right? But left back I don't think so.
സോ ആ ഒരു പൊസിഷനിലാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു പൊസിഷനിലാണ് നമുക്ക് കവർ വേണ്ടത്. കിവിയോറിനൊന്നും വെച്ചിട്ട് ഇപ്പൊ മാൻ സിറ്റിന്റെ കൂടെ പോകണമെങ്കിൽ കിവിയോറിനെ വെച്ച് കളിക്കാൻ അതൊന്നും പോസിബിൾ ആയ കാര്യമല്ല. കാരണം അവരുടെ വിംഗേഴ്സ് ഭയങ്കര എക്സ്പ്ലോസീവ് ആണ്, ഭയങ്കര കണ്ണിങ് ആണ്, ഭയങ്കര എന്താ പറയാ നല്ല ഫിനിഷേഴ്സ് ആണ്. സോ കിവിയോറിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന മാച്ചസ് എന്ന് പറയുന്നത് ഒരു മിഡ് ടേബിൾ ടീം അല്ലെങ്കിൽ ഒരു ലോവർ ബോട്ടം അങ്ങനെയൊക്കെയുള്ള ടീമായിട്ടേ കളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഏരിയ 100% ആയിട്ട് നമ്മൾ ഇംപ്രൂവ് ചെയ്യണം. പിന്നെ പറയാനുള്ളത് ലെഫ്റ്റ് വിങ്ങിൽ വരുമ്പോൾ മാർട്ടിനെല്ലി ട്രൊസാർഡ് കോമ്പിനേഷൻ രണ്ടും ഗംഭീര പ്ലേയേഴ്സ് ആണ്. മാർട്ടിനെല്ലിക്ക് ഒരു ഓഫ് സീസൺ ആണ്, പുള്ളിക്കാരൻ ഒബ്വിയസ്ലി ഇഞ്ചറീസ്, പിന്നെ ഏതൊരു പ്ലെയറിനും ഒരു ഓഫ് സീസൺ ഉണ്ടാവാം, ദാറ്റ്സ് സ്റ്റിൽ ഫൈൻ. പക്ഷെ കഴിഞ്ഞ കളി പുള്ളിക്കാരൻ എവർട്ടനെതിരെ റൈറ്റ് വിങ്ങിൽ കളിച്ചു, അസാധ്യ പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല മാർട്ടിനെല്ലിക്ക് ഇത്ര അടിപൊളിയായിട്ട് ക്രോസുകൾ എടുക്കാൻ പറ്റുന്നത്. സൂപ്പറായിട്ട് കളിച്ചു. സോ ബട്ട് ഒരു പ്രോപ്പർ ഇൻ ആൻഡ് ഔട്ട് ലെഫ്റ്റ് വിങ്ങറിനെ വെച്ചിട്ട് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നില്ല നടക്കുന്ന കാര്യങ്ങളൊക്കെ, കാരണം ആ സ്ഥലത്ത് ഓൾറെഡി പ്ലേയേഴ്സ് ഉണ്ട്. സോ ഞാൻ ജർമ്മൻ ടീമിന്റെ അങ്ങനെ കളി കാണുമ്പോൾ എനിക്ക് ഓർമ്മയില്ല എക്സാക്ട് ആയിട്ട്, ഹാവർട്സിനെ ലെഫ്റ്റ് വിങ് കളിപ്പിക്കുന്നത് കണ്ടിരുന്നു. റൈറ്റ്, പുള്ളിക്ക് ഒന്ന് ചിലപ്പോ ഒരു ടിപ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അതൊരു സക്സസ്ഫുൾ ഓപ്ഷൻ ആവുമെന്ന്, പക്ഷേ ഹീസ് കേപ്പബിൾ. പുള്ളിനെ കളിപ്പിക്കുന്നത് കണ്ടായിരുന്നു ജർമ്മൻ ടീമിൽ. ഒരുപാട് പൊട്ടൻഷ്യൽ പ്ലെയർ ആണ്, റൈറ്റ്. നമ്മളിപ്പോ അത് കണ്ടുവരുന്നേ ഉള്ളൂ. പുള്ളിക്കാരന്റെ ഒരു ഭയങ്കര അസ്റ്റോണിഷിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയാണെന്നുണ്ടെങ്കിൽ, ചെൽസിക്ക് വേണ്ടി പുള്ളിക്കാരൻ പ്രസ് ചെയ്യുന്നതും ആർസണലിന് വേണ്ടി പുള്ളിക്കാരൻ പ്രസ് ചെയ്യുന്നതും രണ്ട് സ്റ്റാറ്റും തമ്മിൽ 0-100 തമ്മിലുള്ള വ്യത്യാസമുണ്ട്, റൈറ്റ്. അപ്പോ അതാ ഞാൻ പറഞ്ഞത്, നല്ലൊരു കോച്ച് അല്ലെ നല്ലൊരു മാനേജറിന്റെ കയ്യിൽ കിട്ടുന്ന നേരം ഒരു പ്ലെയറിന് സംഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റ് ഇല്ല, റൈറ്റ്. സോ ഒരുപാട് പൊട്ടൻഷ്യൽ പ്ലെയർ. പക്ഷെ ലെഫ്റ്റ് വിംഗിൽ എനിക്ക് തോന്നുന്നില്ല. ഹാവർട്സിന് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, പുള്ളിക്കാരൻ ഒരു ടാർഗറ്റ് മാൻ ആണ്. അങ്ങനെ ആയിരിക്കണം ഹാവർട്സ് കളിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ തോറ്റ ആസ്റ്റൺ വില്ല ആയിട്ടുള്ള കളി പുള്ളിക്കാരൻ മിഡ്ഫീൽഡിലെ കളിച്ചത്, ദെയർ വാസ് നോ നീഡ് ഓഫ് ദാറ്റ്. നമുക്കൊരു സക്സസ്ഫുൾ ഫിലോസഫി ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. മേ ബി ഒബ്വിയസ്ലി ആർട്ടറ്റ നമ്മളെക്കാളൊക്കെ ഒരുപാട് ഫുട്ബോൾ നോളജ് ഉള്ള ആളാണ്. ബട്ട് സ്റ്റിൽ മേ ബി അതാണ് ആസ്റ്റൺ വില്ലക്കെതിരെ നമ്മൾ തോക്കാണ്ടായ കാരണം, റൈറ്റ്. ഫ്രണ്ടിൽ വേറെ പ്ലെയറെ കളിപ്പിച്ചു, മിഡ്ഫീൽഡിൽ കൈവർട്സിനെ കൊണ്ടുവന്നു. ബട്ട് ലെഫ്റ്റ് വിങ്ങില് നല്ലൊരു പ്ലെയർ വരണം എന്റെ ആഗ്രഹം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവിടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്നത് മേ ബി ഓഡഗാർഡിന് ഒരു ബാക്കപ്പ് കിട്ടിയാൽ വണ്ടർഫുൾ, റൈറ്റ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മിഡ്ഫീൽഡ് ഒന്നും കൂടെ ടോപ്പ് ആക്കണം. പിന്നെയുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് ആണ്. പിന്നെ ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി ഫൈൻ, റൈറ്റ്. ഇനിയിപ്പോ മാർട്ടിനെല്ലിന്റെ ഇനിയിപ്പോ ആർസണൽ ഒന്നും കൂടി ഒരു ദുബായ് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവും. സോ അവരെ എന്നൊക്കെ ദുബായ് പോയിട്ടുണ്ടോ തിരിച്ചു വരുന്നവരൊക്കെ അടിപൊളി റിസൾട്ട് ആണ്. സോ നോക്കാം. ഷുവർ. അപ്പോ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഇന്നലെ അറ്റ്ലാന്റ സർപ്രൈസ് ചെയ്തു, ലെവർകൂസൻ അടിച്ചിട്ടു. ആരും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ജയം തന്നെയായിരുന്നു. അപ്പോ റയലും ഡോർമണ്ടും ആയിട്ട് ഒരു ഫൈനൽ വരുന്നുണ്ട് ബ്രോ. മറ്റൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. ഡോർമണ്ട് ചാമ്പ്യന്മാരായിട്ട് മാറാനുള്ള വല്ല ചാൻസും കാണുന്നുണ്ട്. ഇന്നലത്തെ കളി ശരിക്കും ലുക്ക് മാൻ പൊളിച്ച് അതന്നെ പറയാനുള്ളത്. പെർഫോമൻസ് പറയുന്നത് ഇങ്ങനത്തെ കളികളിലാണ് ഓരോ പ്ലേയേഴ്സ് നമ്മൾക്ക് കാണാം. ഞാൻ ഇറ്റാലിയൻ ലീഗിൽ ഒരു കളിയും കാണാത്ത മനുഷ്യനാണ്, പക്ഷെ സോഷ്യൽ മീഡിയ ഫുള്ള് പുള്ളിക്കാരനാണ്. നോക്കുന്ന എന്താ ഫിനിഷിങ്, ലെഫ്റ്റ് ഫുട്ട്, റൈറ്റ് ഫുട്ട് എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ വെട്ടിയുണ്ടകളാണ് പറത്തുന്നത്. സോ അതാ പറഞ്ഞത്, പ്ലേയേഴ്സ് അതാണ് ഇമ്പോർട്ടന്റ് മാച്ചസിൽ ടേൺ അപ്പ് ചെയ്യുന്നതാണ് ശരിയായ പ്ലെയർ എന്ന് പറയുന്നത്. സോ പക്ഷെ ലെവർകൂസൻ തോക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. അവർ പക്ഷെ അൺബിലീവബിൾ റൺ, ഈ ഒരു കാലഘട്ടത്തിൽ അൺബീറ്റൻ ആയിട്ടൊക്കെ ഒരു സീസൺ പോവാന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നിയർ ടു ഇമ്പോസിബിൾ. സോ ഇറ്റ്സ് ഗ്രേറ്റ്, റൈറ്റ്. ഇനിയിപ്പോ ചാമ്പ്യൻസ് ലീഗ് വരുമ്പോ എനിക്ക് ഒബ്വിയസ്ലി അണ്ടർ ഡോഗ് ആയിട്ട് വരുന്നത് ഡോട്ട്മണ്ട് ആണ്. എനിക്ക് ഡോട്ട്മണ്ട് ജയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. റയലിന് ഇപ്പൊ അവരെ ട്രോഫി ക്യാബിനറ്റ് ഒന്നും കൂടെ കേറുന്നേ ഉള്ളൂ, വലിയ വ്യത്യാസം. പക്ഷെ ഡോട്ട്മണ്ട് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതില് ഒരു ഫുട്ബോളിന്റെ എന്താ പറയാ, ഒരു ഫുട്ബോളിംഗ് രസമുണ്ട് അതില്, റൈറ്റ്. പിന്നെ മാർക്കോ റയോസ് അവരെ വെറ്ററൻ ആണ്, പുള്ളിക്കാരൻ പോകുന്ന ഇതിനും നല്ലൊരു സെൻഡ് ഓഫ് ഇനി കൊടുക്കാനില്ല. അപ്പോ അതാണ് ഫുട്ബോളിന്റെ ഒരു രസം എന്ന് പറയുന്നത്, നമ്മുടെ അൺഎക്സ്പെക്ടഡ് റിസൾട്ട്. എനി ഡേ എനി ടീം ക്യാൻ വിൻ, റൈറ്റ്. അപ്പൊ അവർക്ക് അങ്ങനത്തെ ചെയ്യാൻ പറ്റിയാല് അടിപൊളിയായിരിക്കും. ബട്ട് അഗൈൻ റയൽ മാഡ്രിഡ് ഇസ് റയൽ മാഡ്രിഡ് ഇൻ ചാമ്പ്യൻസ് ലീഗ്, കണ്ടറിയാം. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഷുവർ ബ്രോ, സീ യു. ബൈ, ടേക്ക് കെയർ, ബൈ.